ഓൾ ഇതിപ്പോൾ പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള അടുത്ത ദിവസം നമ്മൾ ഫാമിലി എല്ലാവരും കൂടെ ആയിട്ട് പിക്നിക്കിന് പോണതാണ്. ഈ മാൽഡീവ്സിൽ നിങ്ങൾ കാണുന്ന റിസോർട്ടും കാര്യങ്ങളും മാത്രമല്ല, ഇതുപോലെ കുഞ്ഞ് ഐലൻഡുള്ള ആൾക്കാർ ഇങ്ങനെയൊക്കെ സെലിബ്രേഷൻ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ പോണ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത ഐലൻഡിലോട്ടാണ്, അവിടുത്തെ ആൾതാമസമൊന്നും ഇല്ലാത്തൊരു ഐലൻഡിലോട്ടാണ്. ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്ക് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. നമ്മൾ ഈ റിസോർട്ടിൽ പോകുന്നതൊക്കെ അത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒന്നുമല്ല, പക്ഷെ നമ്മൾ നല്ല എൻജോയ് ഒക്കെ ചെയ്യും കേട്ടോ. പിള്ളേരും എല്ലാവരും ആയിട്ട് കടലിലൊന്നും എൻജോയ് ചെയ്യും. അപ്പോൾ ഇതാ ഞങ്ങൾ എല്ലാവരും കൂടെ ഈ ഒരു ഡിങ്കിയിലാണ് കേട്ടോ പോണത്. പിന്നെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമ്മൾ നോമ്പ് പെരുന്നാൾ ഞങ്ങളുടെ ഫാമിലി എന്ന് വെച്ചാൽ ഞാനും അമ്മയും അതുപോലെ അപ്പയും ദൊമ്പയും എല്ലാവരും കൂടെ കൂടിയത് 10 വർഷത്തിന് ശേഷമാണ്. ശരിക്കും ഹസ്ബൻഡ് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നാലും നമ്മളെല്ലാവരും കൂടെ ഒന്ന് ചെറുതായിട്ടൊക്കെ എന്നെ എൻജോയ് ചെയ്തു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ കയറുന്നതിൻ്റെ വീണു, അടുത്തത് ആളുടെ ചെരുപ്പ് വെള്ളത്തിൽ പോയി. എന്തായാലും എല്ലാം കൂടെ ആയിട്ട് നമ്മൾ ട്രിപ്പ് അങ്ങ് പൊളിക്കുമായിരുന്നു കേട്ടോ. സോ പിള്ളേരും എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അവരൊക്കെ തൊപ്പിയൊക്കെ ഇട്ട് അങ്ങ് റെഡി ആയിട്ടിരിക്കുവാണ്. സോ ഇതാണ് നമ്മുടെ ഐലൻഡിൽ നമ്മൾ ടാറ്റ ബൈയൊക്കെ പറഞ്ഞിട്ട് ഇതാ പോവുകയാണ്. നല്ല ലോ ടൈഡായിരുന്നു കേട്ടോ. വെള്ളം നല്ല താന്നാണ് കിടന്നത്. ഈ ഒരു ഭാഗമൊക്കെ നമുക്ക് നടന്നു പോകാനേ ഉള്ളൂ. ഇത് ഐലൻഡിൻ്റെ കയറി പോണ ഭാഗമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇങ്ങനെ പോവുമായിരുന്നു. ലോ ടൈഡ് ആയതുകൊണ്ട് തന്നെ തീരെ ദൂരമുള്ള ഐലൻഡിലോട്ടും നമ്മൾ പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അടുത്തുള്ള ഐലൻഡിലാണ് നമ്മൾ പോയത്. ഈ ഐലൻഡ് നല്ലപോലെ ഇങ്ങനെ ലോ ടൈഡായിട്ടിരിക്കുമായിരുന്നു. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞു, ട്രിപ്പ് പൊളിഞ്ഞു എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. എന്തായാലും നമ്മൾ എൻജോയ് ചെയ്തു കേട്ടോ. ഇവിടെ വന്നു ആദ്യം തന്നെ സാധനമൊക്കെ ഇങ്ങനെ ഇറക്കി. ഈ സാധനം ഇറക്കുന്ന പരിപാടി ലോ ടൈഡിൽ ഭയങ്കര പാടാണ്. ഇതൊക്കെ പൊക്കിക്കൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകണം. അപ്പോൾ നമ്മൾ ആദ്യം പോയത് ആ സൈഡിലോട്ടാണ്. അവിടെ ആണെങ്കിൽ കുറേ വേറെ ഫാമിലീസൊക്കെ ഉണ്ട്. അവർക്ക് ബുദ്ധിമുട്ടാവേണ്ടെന്ന് വിചാരിച്ച് നമ്മൾ വേറൊരു സൈഡിലോട്ടാണ് പോയത്. ഇതിപ്പം ഞാൻ ജോലി ചെയ്തില്ലെന്ന് പറയേണ്ട, ഞാനും ജോലി ചെയ്യുന്നുണ്ട്. തോളത്തെ സാധനമൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും സോ ഞാനിത് പാർട്ട് 2 ആയിട്ട് ഇടാവേ അടുത്ത ഭാഗം. സോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു. ബൈ.